കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സംഭവബഹുലമായ ഒരു ദിവസമാണ് നമ്മുടെ മുമ്പാകെ കടന്നുപോയത്. നമുക്ക് പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ വളരെ ഭീകരമായ സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ നാട്ടിലെ പലരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാവരും വാർത്തയിലൂടെ അത് ഫെയ്ഡാക്കിയൊക്കെയാണ് ആ ഫോട്ടോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വണ്ടി ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് എത്തുമ്പോൾ നിലവിളിച്ചുകൊണ്ട് ഓടിക്കൂടുന്ന, എൻ്റെ ബന്ധു അതിലുണ്ടോ എന്നറിയാൻ ഓടിക്കൂടുന്ന ജനം, തിരിച്ചറിയുവാൻ കഴിയാത്ത മൃതശരീരങ്ങളുടെ അവശിഷ്ടങ്ങൾ, അതിൽ ബാല്യമോ കൗമാരമോ പ്രായമൊന്നും അതിന് വ്യത്യാസമില്ല. ഹൃദയഭേദകമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. എന്നാൽ നമ്മൾ പാടിയതുപോലെ ആ കർത്താവിൻ്റെ ചിറകിൻ്റെ കീഴിൽ, ശാശ്വതമായ ആ പാർപ്പിടത്തിൻ്റെ കീഴിൽ നാം ഇന്നായിരിക്കുന്നു. അതോർത്ത് ദൈവത്തിന് മഹത്വം. നമ്മുടെ എന്തെങ്കിലും മിടുക്കോ കഴിവോ ബുദ്ധിയുടെ കൂടുതലോ കൊണ്ടൊന്നും അല്ല നമ്മളായിരിക്കുന്നത്. നമ്മൾ വാർത്ത കേട്ടത് അവർ സുരക്ഷിതമെന്ന് തോന്നിയ സ്ഥലങ്ങളിലേക്ക് മാറിയിരുന്നവർക്കാണ് ഈ ബുദ്ധിമുട്ടുണ്ടായത് എന്നാണ് അറിയുന്നത്. ഒരു സ്ഥലവും സുരക്ഷിതമല്ല. കർത്താവിൻ്റെ കീഴിൽ ആണ് ഏറ്റവും സുരക്ഷിതം. ദൈവത്തിന് നന്ദി അറിയിക്കാം. അനേക സഹോദരങ്ങൾ കഷ്ടതയിലൂടെ കടന്നു പോകുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലെ നമ്മൾ പ്രാർത്ഥനയിൽ മെസ്സേജ് കേട്ടതുപോലെ JB സഹോദരൻ്റെ സർജറി നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 6:15 വിളിച്ചപ്പോഴും സർജറി നടക്കുവാണ് എന്നാണ് അറിഞ്ഞത്. ഓപ്പൺ ഹാർട്ട് സർജറിയാണ്. അതും പ്രാർത്ഥനയിൽ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതിനോട് തുടർന്ന് തന്നെ ഉള്ള ഭാഗം ചിന്തിക്കണമെന്നാണ് ദൈവാത്മാവിനാൽ ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ജീവിതത്തിന് വേണ്ട അഭ്യാസം എന്നുള്ള വിഷയത്തിൽ നിന്ന് നമുക്ക് ഏവർക്കും സുപരിചിതമായ ചിന്തകൾ ആത്മീയ പ്രയോജനത്തിനും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും ആയിട്ട് നിങ്ങളുടെ മുമ്പാകെ പങ്കുവയ്ക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യങ്ങളുടെ ഒന്ന് ഓടിച്ച് ചിന്തിച്ചിട്ട് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. റോമാലേഖനം 7-ാം അധ്യായം 20-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വാക്യത്തിൽ നിന്നാണ് നമ്മൾ ആരംഭിച്ചത്. എനിക്ക് നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ എൻ്റെ ജീവിതത്തിൽ ആ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല, തിന്മയാണ് ചെയ്യുന്നത്. അതിന് കാരണം എന്നിൽ വസിക്കുന്ന പാപമാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വാക്യത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോസ്തലനായ പൗലോസ് എന്ന ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് നമ്മളൊന്ന് ഇരുത്തി ചിന്തിച്ചാൽ അതിൻ്റെ സീരിയസ്നെസ് എന്താണെന്നുള്ളത് മനസ്സിലാവും. അത്രയും ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട അല്ലെങ്കിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരുന്ന ആ ദാസന്റെ സാക്ഷ്യമായിട്ട് പറയുന്ന വാക്കുകളിൽ തനിക്ക് ചെയ്യുവാൻ ആഗ്രഹിച്ച നന്മകൾ പോലും ചെയ്യാൻ കഴിയാതെ തിന്മകൾ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് താൻ പോയി. എന്തൊക്കെയാണെന്നൊന്നും നമുക്കറിയത്തില്ല. എന്നാൽ തൻ്റെ ആഗ്രഹം പോലെ തനിക്ക് മുന്നേറുവാനായിട്ട് സാധിക്കുന്നില്ല, നന്മ ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതിന് കാരണമായിട്ട് താൻ അവിടെ തന്നെ പറയുന്നുണ്ട്, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പാപമാണ് അതിന് കാരണം. ആ പാപത്തിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അത് നമ്മെ ചതിക്കുന്നതാണ്, വശീകരിക്കുന്നതാണ്, മരണത്തിലേക്ക് തള്ളിവിടുന്നതാണ്, മെല്ലെ മെല്ലെ നശിപ്പിക്കുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള വിഷയമാണ് ഈ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പാപം എന്ന് പറയുന്നത്. നാം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ആത്മീയ ജീവിതത്തിൽ ഓരോ ചുവടുകളും മുന്നോട്ട് വയ്ക്കുന്ന വിശ്വാസികളാണ് എങ്കിൽ തന്നെയും
നമ്മുടെ ശരീരത്തിൽ, ജഡത്തിൽ ഈ പാപം വസിക്കുന്നു എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം എന്നതാണ് നമ്മൾ ആദ്യം ചിന്തിച്ച വിഷയം. രണ്ടാമതായിട്ട്, ആ പാപം മുഖാന്തരം ഉണ്ടാകുന്ന റിസൾട്ട് അല്ലെങ്കിൽ കോൺസിക്വൻസസ്, ആ പാപത്തിന്റെ പ്രശ്നം, അതിന്റെ സീരിയസ്നെസ് എത്രത്തോളം വലുതാണ് എന്നത് നാം ചിന്തിക്കുകയുണ്ടായി. അതിന് പരിഹാരം കാണുവാൻ നമ്മെക്കൊണ്ട് സ്വയമായിട്ട് കഴിയുകയില്ല എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു നിർത്തുവാനായിട്ട് ശ്രമിച്ചത്. നമ്മെക്കൊണ്ട് അതിനെ പൂർണ്ണമായിട്ടും റിസോൾവ് ചെയ്യാൻ കഴിയത്തില്ല എന്ന് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ചിന്തിക്കുവാനായിട്ട് ശ്രമിച്ചു. അതിൽ ദൈവാത്മാവിൽ ദാവീദിന്റെ പ്രാർത്ഥനയാണ് അതിന് ഉദാഹരണമായിട്ട് നാം എടുത്തത്. സങ്കീർത്തനങ്ങൾ 139 അധ്യായം 23-24 വാക്യങ്ങളിൽ ദാവീദ് പറയുന്ന പ്രാർത്ഥനയാണ്. ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്നെ ഒന്ന് ശോധന ചെയ്ത് എന്നെ ആ സ്വസ്ഥമായിട്ടുള്ള വഴിയിൽ എന്നെ നടത്തണമെന്ന് പറയുന്ന ആ ദാവീദിന്റെ പ്രാർത്ഥനയാണ് നാം അതിനു വേണ്ടി എടുത്ത് വായിച്ചത്, മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചത്. അവസാനമായി ഗലാത്യലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം അത് വായിച്ച് ഇന്നത്തെ ചിന്തയിലേക്ക് കടക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 16, ഗലാത്യലേഖനം 5-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. ആത്മാവിനെ അനുസരിച്ച് നടക്കുവിൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: This I say then, walk in the Spirit, and you shall not fulfill the lust of the flesh. ജഡത്തിന്റെ ആഗ്രഹം നിവർത്തിക്കാതിരിക്കാനായിട്ടുള്ള ഏക മാർഗം അത് ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലെങ്കിൽ കർത്താവിന്റെ കൈകളിലേക്ക്, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് അവനെ പരിശോധിക്കുവാനായിട്ട് അനുവദിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നാം സമർപ്പിക്കുക എന്നതാണ് അതിന്റെ ഏക സൊല്യൂഷൻ എന്ന് നാം പറയുകയുണ്ടായി. അതിന് കാരണം നമ്മുടെ ഹൃദയത്തിനെ മെനഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിലെ വികാരങ്ങളെയും ഒക്കെ നിലവുകളെയും ആരാഞ്ഞറിയുവാനായിട്ട് കഴിയുന്ന ഏക വ്യക്തി, അതിനെ സൃഷ്ടിച്ച, അതിനെ മെനഞ്ഞ, അതിനെ പൂർണ്ണമായി അറിയുന്ന ദൈവത്തിന് മാത്രമാണ്. നമുക്ക് തന്നെ, അല്ലെങ്കിൽ എനിക്ക് തന്നെ എൻ്റെ ഹൃദയത്തെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി എടുക്കുവാനായിട്ട് സാധിക്കത്തില്ല. അതിൻ്റെ അന്തരങ്ങളിലുള്ള വിചാരങ്ങളും ദോഷങ്ങളും അറിയുവാനായിട്ട് കഴിയത്തില്ല. അതിനെ പരിഹരിക്കുവാൻ അതിനെ മെനഞ്ഞ ദൈവത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമ്മൾ ഹൃദയങ്ങളെ സമർപ്പിക്കണം, പരിശോധനയ്ക്ക് വിധേയമാക്കണം. അവനെ ആ പരിശോധിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ അനുവദിച്ചു കൊടുക്കണം എന്നതാണ് നാം കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് നിർത്തുവാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു ചോദ്യം സ്വാഭാവികമായും വരും. വിശുദ്ധ ജീവിതത്തിൽ, അല്ലെങ്കിൽ ദൈവ വിശ്വാസിയായിട്ട് ഞാൻ എൻ്റെ ആത്മീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എൻ്റെ എന്തെങ്കിലും പങ്ക് അതിനാവശ്യമുണ്ടോ? അതോ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് ഞാനങ്ങ് മാറിയിരുന്നാൽ മതിയോ? അല്ല, ദൈവത്തിന് മാത്രമല്ലേ അത് ശരിയാക്കാനായിട്ട് പറ്റത്തുള്ളൂ, അത് ദൈവത്തിനോട് പറഞ്ഞിട്ടങ്ങ് മാറിയിരുന്നാൽ മതിയോ എന്ന് ചിന്തിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ ഉത്തരങ്ങൾ നമുക്ക് തേടുവാനായിട്ട് ശ്രമിക്കാം. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കാം. റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 13. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ഞാൻ ഒന്നുകൂടെ വായിക്കാം. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നു എങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന മരണവും ജീവനും, ഇവിടെ വിശ്വാസികൾ ചെയ്യേണ്ടുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ അവിടെയുണ്ട്. എല്ലാം ദൈവത്തിന് മാത്രമേ പരിഹരിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ, അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ നമ്മൾ ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വം, റെസ്പോൺസിബിലിറ്റി അവിടെ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ എങ്ങനെ ജീവിക്കണം? നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ മരിക്കും നിശ്ചയം. അപ്പൊ ആരോടാ പറഞ്ഞിരിക്കുന്നത്? വിശ്വാസികളോടല്ലേ?
രക്ഷിക്കപ്പെട്ട് വിശ്വാസ ജീവിതം നയിക്കുന്നവരോട് പറഞ്ഞിരിക്കുകയാണ്, ജഡത്തെ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? മരിക്കും. എന്താ അത് പറഞ്ഞിരിക്കുന്നത്? നാശമാണോ, നരകത്തിലേക്കാണോ, അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കൽ ഡെത്ത് സംഭവിക്കുമെന്നാണോ? എന്താണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? അതിന് ഒറിജിനൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന് നമ്മെ മാറ്റിക്കളയും എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്ന മരണം. പ്രിയമുള്ളവരെ, നമ്മൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കാനുള്ള ഓപ്ഷൻ അവിടെയുണ്ട്, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. രണ്ട് വഴികൾ നമ്മുടെ മുമ്പാകെയുണ്ട്. ഇതിൽ ആരും നമ്മെ കമ്പൽ ചെയ്ത് ഇന്ന വഴിയിലൂടെ പോകണമെന്ന് പറയാൻ കമ്പൽ ചെയ്ത് ദൈവം ഒന്നും ചെയ്യത്തില്ല. ദൈവമെല്ലാം നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് ദൈവസന്നിധിയിൽ ഇങ്ങനെ ഇരുന്നാൽ അത് നടക്കത്തില്ല. അത് നമ്മുടെ മുമ്പാകെ നമ്മുടെ ഉത്തരവാദിത്വമായിട്ട് ദൈവം തന്നിരിക്കുകയാണ്. ഇതിൽ ഏത് നീ തിരഞ്ഞെടുക്കും? അത് ജീവിക്കുവാനായിട്ടുള്ള, ആത്മാവിനെ അനുസരിക്കാനുള്ള ജീവന്റെ മാർഗമാണോ, അതോ ജഡത്തെ അനുസരിച്ച് മരിക്കുവാനുള്ള ദൈവവുമായിട്ടുള്ള ബന്ധം വേർപെടുത്തുന്ന ചോയ്സ് ആണോ നീ തിരഞ്ഞെടുക്കുന്നത്? ഏതും തോട്ടത്തിലും ഇത് തന്നെയാണ് നടന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു, ടിബി ചേട്ടനാണെന്ന് തോന്നുന്നു, ഈ വിഷയത്തെക്കുറിച്ച് വളരെ അഗാധമായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ എടുത്ത് കണ്ടിട്ടുണ്ട്, പിക്ചറൊക്കെ വരച്ചിട്ട്. അപ്പൊ നമ്മൾ അതിലോട്ട് ഞാൻ ആ വിഷയത്തിൽ അധികം ദീർഘമായിട്ട് അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുന്നിൽ ദൈവം ഒരു ഓപ്ഷൻ വച്ചിരിക്കുകയാണ്. ഇതിൽ ഏതും ചൂസ് ചെയ്യാനായിട്ടുള്ള ഫ്രീ വില്ല് ദൈവം നമ്മുടെ മുമ്പാകെ തന്നിരിക്കുകയാണ്. ഇതിൽ ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ ജീവൻ ഉണ്ടാകും. ഇത് വിശ്വാസികളോട് തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്ന വിഷയവും. ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ, ഇന്ന് ഈ വൈകുന്നേര സമയത്ത് നമ്മൾ ദൈവവചനം ശ്രദ്ധിക്കുവാനായിട്ട്, ദൈവവചനം പഠിക്കുവാൻ ആഗ്രഹത്തോടെ വന്നിരിക്കുന്ന ദൈവം നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മുന്നേറണം, ജീവിക്കണം, വളരണം എന്നുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകാറുണ്ടോ? ആത്മാവിനെ അനുസരിച്ച് നടക്കണമെന്ന ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകാറുണ്ടോ? അതോ എൻ്റെ ആ ഒരു വേ ഓഫ് ലൈഫിൽ, അല്ലെങ്കിൽ ആ ഫ്ലോയിൽ, അതെങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു, അതിനെ ഞാൻ ഫോളോ ചെയ്ത് അങ്ങ് പോയാൽ മതിയോ? പ്രിയമുള്ളവരെ, വിശ്വാസിയെ സംബന്ധിച്ച് ദൈവം വച്ചിരിക്കുന്ന രണ്ട് ഓപ്ഷൻ എല്ലാ മേഖലകളിലുമുണ്ട്. ആ മേഖലകളിൽ ജീവിക്കുവാനുള്ള ഓപ്ഷൻ, അല്ലെങ്കിൽ ആ ഒരു ചോയ്സ് തന്നെ നാം കാണുന്നുണ്ടോ? ഈ രണ്ട് ചോയ്സ് നമ്മൾ കാണാറുണ്ടോ? നന്മ തിന്മകളെ കുറിച്ച് അവിടെ വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? അവരുടെ മുമ്പിൽ അനേക വൃക്ഷങ്ങൾ കാണാനായിട്ടുണ്ടായിരുന്നു, അനേക ഓപ്ഷൻസ് അവരുടെ മുമ്പാകെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് കാണാൻ പറ്റിയത് ഈ മരണത്തിലേക്കുള്ള ഓപ്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് തിന്മാൻ നല്ലത്, കാണാൻ ഭംഗിയുള്ളത്, തിന്മാൻ നല്ലത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം എന്നൊക്കെ പറഞ്ഞ് അവരുടെ ദൃഷ്ടിയിൽ ഇത് മാത്രമാണ് കാണുന്നത്. ബാക്കി എത്രയോ ഓപ്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ദൈവം വച്ചിരിക്കുന്ന ഒരു ചോയ്സ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോ നമ്മൾ കാണുന്നത് പലപ്പോഴും ആ ചോയ്സ് തന്നെ കാണുന്നില്ല, മറിച്ച് ആ തെറ്റായിട്ടുള്ള മരണത്തിലേക്കുള്ള ജഡത്തെ പ്രീതിപ്പെടുത്തുന്ന ചിന്തകളോ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളോ ഓപ്ഷൻസോ മാത്രമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് മുന്നിലേക്ക് വരുന്നത്. ഇത് മരണത്തിലേക്ക് നയിക്കും എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ അർത്ഥമുണ്ട്. എന്തുവാ? പിന്നെ വളരാൻ പറ്റുമോ? മരിച്ചൊരാൾക്ക് വളരാൻ പറ്റുമോ? അല്ലെങ്കിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരാൾ ഡെഡ് ബോഡി ആയിട്ട് കിടക്കുന്നു, അയാള് ഇനി ഒരു ദിവസം മോർച്ചറി ഇരുന്നു, 2 ദിവസം മോർച്ചറി ഇരുന്നു, അയാൾക്ക് എന്തെങ്കിലും വളർച്ചയുണ്ടോ? ഒരു വളർച്ചയില്ല അല്ലേ? പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ ജീവിതം വളരുന്നു എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് നമ്മൾ ഇതിൽ ഏത് തിരഞ്ഞെടുക്കുന്നു. ആത്മാവിനെ അനുസരിക്കാനായിട്ടുള്ള ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ടോ? ഞാൻ ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ള ബോധ്യം എപ്പോഴും നമ്മളെ ഭരിക്കുന്നുണ്ടോ? ആ ശക്തനായ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ ഉണ്ടെന്നുള്ള ആ ചിന്ത നമ്മളെ ഭരിക്കുന്നുണ്ടോ? വിശുദ്ധനായ ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള ബോധ്യം നമുക്കുണ്ടോ? നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മൾ പരിശോധിക്കണം. ഈ പഠനം ഞാൻ ഇങ്ങനെ പഠിക്കുവാനായിട്ട് ശ്രമിച്ചപ്പോ ഞാൻ എത്രയോ പ്രാവശ്യം
ഈ ഈ ഈ ഈ പരിശുദ്ധാത്മാവിനെ ഉണ്ടെന്നുള്ള ബോധ്യം പോലും എനിക്കില്ലാതെ പോയി എന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കണം. 2 കൊരിന്ത്യർ 10-ാം അധ്യായം 5-ാം വാക്യം വായിച്ച് ഞാൻ മുന്നോട്ട് പോവുകയാണ്. 2 കൊരിന്ത്യർ 10-ാം അധ്യായം 5-ാമത്തെ വാക്യം. എന്താ ഈ ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറയുന്നത്? അതിൽ നമ്മൾ എന്താ ചെയ്യാനുള്ളത്? 2 കൊരിന്ത്യർ 10-ാം അധ്യായം അതിന് 5-ാമത്തെ വാക്യം. 2 കൊരിന്ത്യൻസ് chapter 10 verse 5. മതി, താങ്ക് യു. ഇംഗ്ലീഷിലേക്ക് ഞാൻ കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ് ആൻഡ് എവറി ഹൈ തിങ് ദാറ്റ് എക്സോൾട്ട് ഇറ്റ്സെൽഫ് അഗൈൻസ്റ്റ് ദ നോളജ് ഓഫ് ഗോഡ് ആൻഡ് ബ്രിങ്ങിങ് ഇൻടു ക്യാപ്റ്റിവിറ്റി എവറി തോട്ട് ടു ദ ഒബീഡിയൻസ് ഓഫ് ക്രൈസ്റ്റ്. നമ്മൾ ആദ്യം വായിച്ച 10-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഈ പറയുന്ന ഭാഗത്ത് 2 കൊരിന്ത്യർ 10:5 ദൈവത്തിനെതിരായി, ദൈവത്തിന്റെ പരിജ്ഞാനത്തിനെതിരായി പൊങ്ങുന്ന എല്ലാ ചിന്തകളെയും, അതിനുമുമ്പേ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ദൈവത്തിനെതിരായി പൊങ്ങുന്ന എല്ലാ സങ്കല്പങ്ങളും, എല്ലാ ഇമാജിനേഷൻസും, എവ്രി ഹൈ തിങ്, ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് ഉയർച്ച അല്ലെങ്കിൽ അതിനേക്കാൾ ഉയർന്നു പൊങ്ങുന്ന എല്ലാ ചിന്തകളും ഞാൻ ഉടച്ചു കളയണം, അല്ലെങ്കിൽ അതിനെ താഴ്ത്തിക്കളയണം, അതിനെ ഞാൻ ദൈവസന്നിധിയിൽ ഇടിച്ചു കളയണം. അത് കഴിഞ്ഞ് പറയാണ്, ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കണം. ഇറ്റ് ഷുഡ് ബി ക്യാപ്റ്റീവ്. അതിനെ പിടിച്ചടക്കണം. അതിന് സ്വാതന്ത്ര്യം കൊടുക്കരുത്, അതിനെ നറിഷ് ചെയ്യരുത്, അതിനെ പരിപോഷിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത്. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിനെതിരായിട്ട് വരുന്ന എല്ലാ ചിന്തകളെയും നമ്മൾ എന്ത് ചെയ്യണം? അത് പിടിച്ചടക്കണം. അതിനെ നമ്മുടെ താലോലിക്കുവാനായിട്ട്, അതിനെ പരിപോഷിപ്പിക്കുവാനായിട്ട് നമ്മൾ ചെയ്യരുത്. നമ്മുടെ ഇവിടെ പറയുന്ന വാക്യത്തില് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും, അവിടെ ഏത് പ്രവൃത്തിയെയും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പുറമേ കാണുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണെന്ന് പറയാം. പക്ഷെ ഹൃദയത്തിൽ നിന്ന് തന്നെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ ചിന്തകൾ, ദുഷ്ടകാര്യങ്ങൾ, അത് പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് നാം അനുമതി കൊടുക്കരുത്. അത് പ്രോത്സാഹിക്കപ്പെടുവാനായിട്ടുള്ള എല്ലാ സാധ്യതയും നമ്മുടെ ജഡത്തിലുണ്ട്. നമ്മൾ ക്യാമ്പിലൊക്കെ കേട്ടിട്ടുണ്ടാവും, ഒരു കാക്ക പറന്ന് നമ്മുടെ തലയുടെ മേലെ കൂടെ പോകാതിരിക്കാൻ നമുക്ക് അനുവദിക്കാൻ പറ്റത്തില്ല. അതുണ്ടാവുമായിരിക്കും, അത് പലപ്പോഴും നടക്കുമായിരിക്കും. പക്ഷെ അത് കൂടുകൂട്ടാനായിട്ട് നമ്മൾ അനുവദിക്കുവാനായിട്ട് പാടില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന വിചാരങ്ങളും ചിന്തകളും മോഹങ്ങളും വാശികളും കോപം, പിണക്കം, ദുശ്ചിന്ത, അല്ലെങ്കിൽ ദോഷമായിട്ടുള്ള ചിന്തകൾ, ഇതൊന്നിനെയും നമ്മൾ പരിപോഷിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത്. അതിനെ നമ്മൾ പിടിച്ചടക്കണം. ക്രിസ്തുവിനുള്ള അനുസരണത്തിനായിട്ട്, എന്റെ കർത്താവിനോടുള്ള അനുസരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനത് പിടിച്ചടക്കണം. കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ക്രൂശിൽ അവൻ അനുസരണമുള്ളവനായിട്ട് തീർന്നു. കർത്താവിനെ കുറിച്ച് പറയുകയാണ്, ക്രൂശിൽ അവൻ അനുസരണമുള്ളവനായിട്ട് തീർന്നു. പ്രിയമുള്ളവരെ, കർത്താവ് നമുക്ക് വലിയൊരു മോഡൽ അവിടെ കാണിച്ചു വന്നിരിക്കുകയാണ്. അവന്റെ മനസ്സ്, അല്ലെങ്കിൽ കർത്താവായിരിക്കുന്ന ക്രൂശീകരണത്തിൽ അവനെ നിന്ദിക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്, അവനെ നഗ്നനായിട്ട് പൊതുവായിട്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു വാക്കുപോലും ദൈവത്തിനെതിരായിട്ട് ദോഷമായിട്ടോ അവരെ നശിപ്പിക്കുവാൻ പാകത്തിൽ പോലും ഒരു വാക്കും എന്റെ കർത്താവ് പറഞ്ഞിട്ടില്ല ക്രൂശിൽ. പ്രിയ വിശ്വാസികളെ, നമ്മുടെ
ഹൃദയത്തിൽ പൊങ്ങുന്ന ഒരു ദോഷങ്ങളെയും ഒരു വിചാരങ്ങളെയും, അത് ദൈവത്തിനെതിരായിട്ട് പൊങ്ങുന്ന ഏതു ചിന്തകളെയും നമ്മൾ ഇടിച്ചു കളയണം, അതിനെ പിടിച്ചടക്കണം, അതിനെ പരിപോഷിപ്പിക്കുവാനായിട്ട് നമ്മൾ പോകരുത്. അതിനുള്ള സാഹചര്യം, അതിനുള്ള സ്പേസ് നമ്മൾ കൊടുക്കരുത്. അതിനെ പട്ടിണിക്കിടണം, അതിനെ വിശപ്പിനിടണം, അതിന് ആഹാരം കൊടുത്ത് പോഷിപ്പിക്കരുത്. ആത്മാവിനെ അനുസരിച്ച് നാം നടക്കണം. ഇത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇത് ദൈവം ചെയ്തു തരുമെന്നൊന്നും പറഞ്ഞ് നമ്മൾ ഇരിക്കണ്ട. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ ആ തലക്കെട്ടിൽ പറഞ്ഞതുപോലെ ഇതൊരു അഭ്യാസം വേണ്ടുന്ന കാര്യമാണ്. എന്താ ഈ അവയവങ്ങൾ എന്ന് പറയുന്നത്? മരിപ്പിക്കണമെന്ന് പറയുന്ന അവയവങ്ങൾ നമ്മൾ നേരത്തെ വായിച്ചല്ലോ, 8-ാം അധ്യായം 13-ാം വാക്യം. ത്രൂ സ്പിരിറ്റ് മോർട്ടിഫൈ ദ ഡീഡ്സ് ഓഫ് ഫ്ലഷ്. ജഡത്തിലെ അവയവങ്ങൾ എന്താ സ്റ്റീവ്? ജഡത്തിലെ അവയവം നമ്മൾ വിചാരിക്കും കൈ, കാല്, കണ്ണ്, ഇതൊക്കെയാണോ ജഡത്തിലെ അവയവങ്ങൾ? അതിനെ മരിപ്പിക്കണമെന്നാ പറഞ്ഞെങ്ങനെ? അപ്പോ ഇതാണോ ജഡമെന്ന് ഉദ്ദേശിക്കുന്നത്? എന്താ ജഡത്തിലെ അവയവങ്ങൾ? കൊലോസ്യ ലേഖനം 3-ാം അധ്യായം അതിന് 5-ാം വാക്യം ഒന്ന് വായിക്കും. കൊലോസിയൻസ് ചാപ്റ്റർ 3 വേഴ്സ് 5. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുവിൻ. അവിടെ അവയവങ്ങൾ എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ അത് മെമ്പേഴ്സ് എന്നാണ് പറഞ്ഞത്. മോർട്ടിഫൈ ദെയർഫോർ യുവർ മെമ്പേഴ്സ്. ഇവരൊക്കെ മെമ്പേഴ്സാണ്. നമ്മുടെ ജഡശരീരത്തിലെ മെമ്പേഴ്സ് ആയിട്ട് വരാനുള്ള സാധ്യത. അവരെ മരിപ്പിക്കണം. ഇത് ആരുടെ ഉത്തരവാദിത്ത? നമ്മുടെ ഉത്തരവാദിത്ത. കർത്താവിന് മാത്രമേ അത് ശരിയാക്കാൻ പറ്റൂ. പരിശുദ്ധാത്മാവിനാലേ ശരിയാക്കാൻ പറ്റൂ. അത് ശരിയാണ്. പക്ഷെ ശരിയാക്കേണ്ടതാരാ? അത് നമ്മൾ തന്നെയാണ്. ആത്മാവിനാൽ ജഡത്തിലെ ഈ അവയവങ്ങളെ മരിപ്പിക്കണം. അതിന്റെ ടൂള്, അത് ഏതിനാലാണ് മരിപ്പിക്കേണ്ടത്? ആത്മാവിനാലാണ് മരിപ്പിക്കേണ്ടത്. പക്ഷെ മരിപ്പിക്കുന്നതാരാ? അതിന്റെ പ്രൈമറി ആയിട്ട് അത് പ്രോസസ്സ്, അതിനെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ആ പ്രോസസ്സ് ചെയ്യേണ്ടതാരാണ്? അത് നമ്മളാ. അത് ദൈവത്തിന്റെ ആത്മാവിനാലാണ് അത് ചെയ്യുന്നത്. പക്ഷെ അത് ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുമാ. വി ഹാവ് എ റെസ്പോൺസിബിലിറ്റി ഇൻ ദിസ് ഏരിയ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ആത്മാവിനാൽ ഈ ചിന്തകളെ പിടിച്ചടക്കണം, അതിനെ ഇടിച്ചു കളയണം, അതിനെ മരിപ്പിക്കണം. 8-ാം വാക്യം എന്ന് വായിച്ചേ. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളയണം. 9-ാം വാക്യം. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളയണം. വിട്ടുകളയണം, മരിപ്പിക്കണം. കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളയണം. ഇംഗ്ലീഷിൽ അവിടെ പറഞ്ഞ പുട്ട് ഓഫ് ഓൾ ദീസ് anger, wrath, malice, blasphemy, filthy communication out of your mouth. Lie not one to another, seeing that you have put off the old man with his deeds. Put off. ഉരിഞ്ഞു കളയണം, വിട്ടുകളയണം. ഇതിനെ താലോലിക്കുവാനായിട്ട് ശ്രമിക്കരുത്. ഇത് ജഡത്തിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതിന്റെ പ്രത്യാഘാതങ്ങൾ അനവധിയാണ്. 5-ാം വാക്യത്തിൽ 6-ാം വാക്യത്തിലോട്ട് നോക്കിയേ. മരിപ്പിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. ഇത് അനുസരണം കെട്ടവർ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ പറയുന്ന അവയവങ്ങളെ ജീവനോടെ വച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിക്കാത്തവർ ചെയ്യുന്ന കാര്യമാണത്. അതിനെ ജീവനോടെ വച്ചിരിക്കുന്നത് അനുസരണം കെട്ടവരുടെ ലക്ഷണമാണ്. ദൈവം പറയാണ്, ദൈവത്തിന്റെ കോപം അനുസരണം കെട്ടവരുടെ മേൽ അതിനാൽ വരുന്നു. ദൈവം വെറുതെ ഇത് നോക്കിക്കൊണ്ടിരിക്കത്തൊന്നുമില്ല.
ദൈവത്തിന്റെ കോപം അനുസരണക്കെട്ടവരുടെ മേൽ വരും. ആദ്യ മനുഷ്യൻ ചെയ്ത പാപവും അനുസരണക്കേടായിരുന്നു. അവരൊരു പഴം പറിച്ചു തിന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ പറയാറുണ്ടല്ലേ. പക്ഷെ ഇവിടെ നോക്കിയേ, ഈ വക നിമിത്തം ദൈവത്തിന്റെ കോപം അനുസരണം കെട്ടവരുടെ മേൽ വന്നു. എത്രയോ ഇൻസ്റ്റൻസ് ആ പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ നാം കാണുന്നുണ്ട്. അവർ മരിപ്പിക്കാതെ ഈ ചിന്തകൾ കൊണ്ടു നടന്ന് അവരുടെ ജീവിതത്തിൽ അത് പ്രതിഫലിപ്പിച്ചപ്പോ ദൈവം അവരുടെ മേൽ കോപിച്ച് ശിക്ഷ നടപ്പാക്കിയത് നാം വായിക്കുന്നുണ്ട്. താഴോട്ട് ഞാൻ പിന്നെയും പോവുകയാണ്. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യൻ അവന്റെ പ്രവർത്തികളോടുകൂടെ ഉരിഞ്ഞു കളയണം. ഇറ്റ് ഷുഡ് ബി പുട്ട് ഓഫ്. പ്രിയമുള്ളവരെ, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. വി നീഡ് ടു പുട്ട് ഓഫ് ഓൾ ദീസ് തിങ്സ്. ഞാൻ പറയട്ടെ, ഞാനിത് നിങ്ങളോട് പറയുമ്പോൾ ആ ഓഡിയൻസിൽ ഞാൻ എന്നെ കൂടെ നിർത്തിക്കൊണ്ടാണ് ഞാൻ ഇത് കാര്യങ്ങൾ പറയുന്നത്. ഐ എം നോട്ട് സെപ്പറേറ്റഡ് ഫ്രം ഓൾ ദീസ് തിങ്സ്. ഇത് എന്നെ കൂടെ ചേർത്തുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ദുശ്ചിന്ത, അല്ലെങ്കിൽ അത്യാഗ്രഹം, അതിരാഗം, കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം. പ്രിയമുള്ളവരെ, ക്രിസ്തീയ വിശ്വാസികളുടെ ജീവിതത്തിൽ, പേഴ്സണൽ ക്രിസ്ത്യൻ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുവാനായിട്ടുള്ളതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ എൻകറേജ് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇതാണ് വിജയമെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. ഈ അവയവങ്ങൾ കൊണ്ട് ഒരിക്കലും നമ്മൾ വിജയിക്കുവാനായിട്ട് പോകുന്നില്ല. 12, 13, 14 വാക്യങ്ങളിലേക്ക് ഞാൻ പോവുകയാണ്. ഇതേ അധ്യായം, ഈ അധ്യായം നിങ്ങൾ വീട്ടിൽ ചെന്നുകൂടെ വായിച്ചു നോക്കണം. വളരെ മനോഹരമായിട്ട് എഴുതി ദൈവാത്മാവ് തന്നിട്ടുണ്ട്. അന്യോന്യം പൊറുക്കുകയും ഒരുവനോടൊരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കുവിൻ. 12-ാം വാക്യം, അതുകൊണ്ട് ദൈവത്തിന്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയന്മാരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിക്കണം. 14-ാം വാക്യം ഒന്നുകൂടെ വായിക്കുന്നു. എല്ലാറ്റിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിക്കുവിൻ. And above all these things put on charity, which is the bond of perfectness. ഉരിഞ്ഞു കളയുവാനായിട്ടുള്ള അനേക കാര്യങ്ങൾ, അവയവങ്ങളെ കുറിച്ചൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്തിലെ അവയവങ്ങളെ കുറിച്ച് അതോടൊപ്പം ധരിക്കേണ്ടുന്ന കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതും അവയവമാണ്. അതിനെയാണ് പരിപോഷിപ്പിക്കേണ്ടത്. അവിടെ പറയുകയാണ്, നിങ്ങൾ എല്ലാറ്റിനും മീതെ സ്നേഹത്തെ ധരിക്കണം, അന്യോന്യം പൊറുക്കണം, ഒരുവനോടൊരുവൻ വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കണം, കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണം. ഞാൻ ഈ വാക്യങ്ങൾ വായിച്ചപ്പോ കർത്താവ് എങ്ങനെ നമ്മളോട് ക്ഷമിച്ചേ? ഞാൻ പറയട്ടെ, ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എനിക്ക് ക്ഷമിക്കാനുള്ള എല്ലാം ജീവൻ ചെയ്തു വെച്ചിട്ടുണ്ട്. യെസ്, ഡൺ എവറിത്തിങ്. നിങ്ങൾ എല്ലാവരും ജനിക്കുന്നതിന് മുമ്പേ ക്ഷമിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് ചെയ്തു വെച്ചിട്ട് ഞാൻ ക്ഷമിക്കാൻ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. ഞാൻ ചെന്നാൽ മാത്രം മതിയായിരുന്നു അല്ലേ? കർത്താവിന്, അതായത് എനിക്ക് ആ പാപം ക്ഷമിക്കപ്പെടണമെന്ന് ആഗ്രഹമുള്ളതിനേക്കാൾ കൂടുതൽ എന്റെ കർത്താവിനാണ് ആഗ്രഹം. എന്താ? ക്ഷമിക്കാൻ വേണ്ടിയിട്ട്. ദിസ് ഈസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ക്രൈസ്റ്റ്. ക്ഷമിക്കണമെന്ന് പറഞ്ഞ കർത്താവ് ചെയ്തതുപോലെ ചെയ്യണം അല്ലേ? കർത്താവ് നമ്മളോട് ക്ഷമിച്ചതുപോലെ, നമ്മുടെ പാപം ക്ഷമിക്കപ്പെട്ടതുപോലെ ക്ഷമിക്കണമെന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് നമ്മളോട് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണമെന്നാ പറഞ്ഞു. കർത്താവിന്റെ ഹൃദയത്തിൽ ആ ക്ഷമ ഏത് രീതിയിലാണ് ഉണ്ടായിരുന്ന അതേ മനോഭാവത്തോടു കൂടി വേണം ക്ഷമിക്കുവാൻ. അത് കഴിഞ്ഞ് 16, 17 ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, പുളകം കൊള്ളും സന്തോഷം കൊണ്ട്. അത് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും
തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് ഇരിക്കുവിൻ. അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് എന്താ? ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കർത്താവിൽ ഉചിതമാകും വണ്ണം കീഴടക്കുവിൻ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വന്നിട്ട് വളരെ നമ്മൾ സാധാരണ ചിന്തിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റിലോട്ട് അത് എത്തുകയാണ്. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇത് മരിപ്പിക്കണം, അതിനെ പരിപോഷിപ്പിക്കരുത് എന്ന് മാത്രമല്ല, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കൽ ആക്കേണ്ടതുണ്ട്. എല്ലാം വിട്ട് കളഞ്ഞിട്ട് നടക്കാനായിട്ടല്ല ദൈവം അവിടെ പറയുന്നത്. നമ്മൾ ക്ഷമിക്കണം. അത് 15-ാം വാക്യത്തിൽ നിങ്ങൾ നോക്കിയേ, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ഇംഗ്ലീഷിൽ എങ്ങനെയാണ്? ആൻഡ് ലെറ്റ് ദ പീസ് ഓഫ് ഗോഡ് റൂൾ ഇൻ യുവർ ഹാർട്ട്സ്. കോപവും ക്രോധവും പകയും ദുഷിച്ച ചിന്തകളും കൊണ്ട് നടക്കുന്നവരുടെ ഹൃദയത്തിൽ സമാധാനത്തിന് വാഴുവാനായിട്ടുള്ള സ്പേസ് ഇല്ല. ദൈവത്തിന്റെ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വാഴണമെങ്കിൽ ഈ കാര്യങ്ങളെ ധരിക്കണം. സ്നേഹത്തെ ധരിക്കണം, ക്ഷമിക്കണം, പൊറുക്കണം. കർത്താവ് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണം. എന്നാലേ സമാധാനം നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ. എന്താ വാഴുക എന്ന് പറഞ്ഞ? വാഴുക ഒരു രാജാവാണ് വാഴുകയല്ലേ? വാഴുന്നു, റെയിൻ എന്ന് പറഞ്ഞാൽ ഫുൾ കൺട്രോൾ എവിടെ ഇരിക്കുന്നത്? ഈ സമാധാനത്തിലായിരിക്കുന്നത് അല്ലേ? എന്ത് സാഹചര്യം വന്നോട്ടെ, എന്ത് ബുദ്ധിമുട്ടോ വന്നോട്ടെ, എന്ത് നിന്ദകളും വന്നോട്ടെ, എന്ത് പരിഹാസങ്ങളോ വന്നോട്ടെ, എന്തു തന്നെ വന്നാലും ദൈവത്തിന്റെ സമാധാനം എന്നെ കാക്കും. അവനാണ് എന്റെ ഹൃദയത്തെ വാഴുന്നത്. പ്രിയമുള്ളവരെ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മൾ ഈ അവയവങ്ങളെ മരിപ്പിക്കാതെ പോഷിപ്പിച്ചു കൊണ്ടു കിടക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകത്തില്ല. ഒരു വിശ്വാസിയാണെങ്കിലും അവന്റെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകത്തില്ല. ആത്മീയമായി വളരുവാനായിട്ട് സാധിക്കത്തില്ല. ആത്മീയ സ്വാതന്ത്ര്യം അനുഭവിക്കുവാനായിട്ട് സാധിക്കത്തില്ല. ഇത് നമ്മൾ ചിന്തിക്കണം. എൻ്റെ ജീവിതത്തിൽ, ഇൻ മൈ ലൈഫ്, ഐ എം നോട്ട് പോയിന്റിങ് ടു എനിബഡി. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവിനെതിരായിട്ട് പൊങ്ങുന്ന ഒരു വിചാരവും ഞാൻ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് എനിക്ക് അനുമതി ദൈവം തന്നിട്ടില്ല. അതെന്നെ സമാധാനത്തിൽ കാക്കത്തില്ല. അതെനിക്ക് അസമാധാനം മാത്രമേ തരുള്ളൂ. അതെന്നെ ആത്മീയമായി വളരാൻ അനുവദിക്കത്തില്ല. ആത്മീയമായ ഫ്രീഡം എനിക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇങ്ങോട്ട് നിങ്ങളുടെ മുമ്പാകെ നിന്ന് പറയുകയാണ്, എന്റെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് പറയുകയാണ്, എന്റെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ആത്മീയമായിട്ട് എതിരായിട്ട് പൊങ്ങുന്ന ഒരു ചിന്തകളും ഒരു സിറ്റുവേഷൻസും നമ്മെ കർത്താവിൽ നിന്ന് മാറ്റുവാനായിട്ട് ഇടയാക്കി തീർക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇതെങ്ങനെയാണ് സാധിക്കുക? ഇതൊരു അഭ്യാസമാണെന്ന് നമ്മൾ പറഞ്ഞു. ഇതൊരു ട്രെയിനിങ് ആവശ്യമുള്ള കാര്യമാണ്. ഇതെങ്ങനെയാണ് സാധിക്കുക? ആവർത്തന പുസ്തകം അതിന്റെ 17-ാം അധ്യായത്തിലെ 19ഉം 20ഉം വാക്യം. ആവർത്തന പുസ്തകം, ഡ്യൂട്രോണമി ചാപ്റ്റർ 17 വേഴ്സ് 19 and 20. രാജാക്കന്മാർക്ക് ദൈവം പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം, രാജാവിനെ തിരഞ്ഞെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പറയുന്നുണ്ട്. അന്യജാതിക്കാരനെ നിന്റെ മേലാക്കിക്കൂടാ, അങ്ങനെയൊക്കെ മുകളിൽ പറയുന്നുണ്ട്. ആ ഭാഗം നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചോളാം മതി. അതിലെ 19, 20 മാത്രം ഞാൻ വായിക്കാം. ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും ചട്ടങ്ങളും അവൻ പ്രമാണിച്ചു നടന്ന് തന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന്
അതവന്റെ കൈവശം ഇരിക്കുകയും അവന്റെ ഹൃദയം സഹോദരന്മാർക്ക് മീതെ അഹങ്കരിച്ചുയരാതെയും അവൻ കൽപ്പന വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെയും ഇരിക്കേണ്ടതിന് അവനും അവന്റെ പുത്രന്മാരും ഇസ്രായേലിന്റെ ഇടയിൽ ദീർഘകാലം രാജ്യഭാരം ചെയ്യേണ്ടതിനുമായി അവൻ തന്റെ ആയുഷ്കാലമൊക്കെയും അത് വായിക്കുകയും വേണം. ന്യായപ്രമാണം പുരോഹിതന്മാർക്കോ അല്ലെങ്കിൽ ആത്മീയമായ ശുശ്രൂഷ നടത്തുന്നവർക്കോ പ്രവാചകന്മാർ വായിക്കണമെന്നൊന്നും അല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. രാജാക്കന്മാര് അത് വായിക്കണം. അതിന്റെ റീസണൊക്കെ അവിടെ പറയുന്നുണ്ട്. നീ അത് പ്രമാണിച്ചു നടക്കണം. അത് ഭയപ്പെടുവാൻ, യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടത് അത് അവന്റെ കൈവശം ഇരിക്കണം. അവന്റെ ഹൃദയം സഹോദരന്മാർക്ക് മീതെ അഹങ്കരിച്ചുയരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, അവൻ കൽപ്പന വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, ദീർഘായുസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്, രാജ്യം നല്ലതുപോലെ ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് നീ ഇത് വായിക്കണം. ന്യായപ്രമാണം വായിക്കണം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 21-ാം വാക്യം നമുക്കറിയുന്ന വാക്യമാണ്. അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നതല്ലോ നമുക്ക് അവനോടുള്ള സ്നേഹം എന്നാണ് തോന്നുന്ന വാക്യം. സങ്കീർത്തനങ്ങൾ 119-ാം അധ്യായം, ഒരുപാട് വാക്യമുണ്ട്, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. 119-ന്റെ 111 മാത്രം ഒന്ന് വായിക്കാം. 119 Psalms 119 verse 11. അവിടെ ഇങ്ങനെയാണ് വാക്യം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കാണാതെ പഠിക്കുന്ന വാക്യം. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. നമ്മൾ അനേക കാര്യങ്ങൾ കൊലോസ്യ ലേഖനത്തിൽ നിന്നും മറ്റേ കൊരിന്ത്യരിൽ നിന്നുമൊക്കെ ചിന്തിക്കുകയുണ്ടായി. അവയവങ്ങളെ മരിപ്പിക്കണം എന്ന കാര്യം ഓർത്ത്. ഇതെങ്ങനെയാണ് സാധിക്കുക? ദ ഓൺലി സൊല്യൂഷൻ ടു ദിസ് പ്രോസസ് അല്ലെങ്കിൽ ദിസ് പ്രോബ്ലം എന്ന് പറയുന്നത് വേർഡ് ഓഫ് ഗോഡ് മാത്രമേ ഉള്ളൂ. ദൈവവചനത്താൽ മാത്രമേ നമുക്ക് ഈ ധരിക്കുവാനായിട്ട് പറഞ്ഞ കാര്യങ്ങളെ ധരിക്കുവാനും ഉരിഞ്ഞു കളയുവാൻ പറഞ്ഞ കാര്യങ്ങളെ ഉരിഞ്ഞു കളയുവാനും നമുക്ക് സാധിക്കത്തുള്ളൂ. ഇവിടെ നിഗളിക്കാതിരിക്കുവാൻ, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുവാൻ, അവനെ സ്നേഹിക്കുവാൻ, പാപം ചെയ്യാതിരിക്കുവാൻ എന്ത് ചെയ്യണമെന്ന എല്ലായിടത്തും വേദപുസ്തകത്തിൽ ഒട്ടനവധി വാക്യങ്ങളുണ്ട്. ഇത് കുത്തിയിരുന്ന് പഠിച്ചേ പറ്റത്തുള്ളൂ. ഇത് പ്രാസംഗികർക്ക് വേണ്ടിയുള്ള പുസ്തകമല്ല. ഇത് മൂപ്പന്മാർക്ക് വേണ്ടിയുള്ള പുസ്തകമല്ല. ഇത് ശുശ്രൂഷകന്മാർക്ക് വേണ്ടി മാത്രമുള്ള പുസ്തകമല്ല. ഇതെല്ലാ വിശ്വാസികൾക്കും, സഹോദരന്മാർക്കും സഹോദരിമാർക്കും എല്ലാവർക്കും വേണ്ട പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്താ? അത് പഠിച്ചാലേ, അത് മനസ്സിലാക്കിയാലേ, അത് വായിച്ച് മനസ്സിലാക്കിയാലേ ഇതിൽ നിന്നുള്ള ജീവനും അതിൽ നിന്നുള്ള തീരുമാനങ്ങളും നമുക്ക് അറിയുവാനായിട്ട് സാധിക്കത്തുള്ളൂ. യുവാക്കന്മാരോട് പറയുമ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്നും ഇതിൽ പറഞ്ഞിട്ടില്ല അല്ലേ? അത് ചെയ്യണോ ഇത് ചെയ്യണോ, ഒരുപാട് സംശയങ്ങൾ അവർ ചോദിക്കും. ഞാൻ അതിലോട്ട് കടക്കുവാനായിട്ട് ശ്രമിക്കുന്നില്ല, സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട്. പ്രിയമുള്ളവരെ, 1 കൊരിന്ത്യർ 6-ാം അധ്യായം 12-ാം വാക്യം, അവിടെ ഈ 3 വാക്യങ്ങൾ ഞാൻ പറയാം. ഒന്ന് എടുത്ത് വായിക്കുവാനായിട്ട് സമയമില്ല. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 12-ാം വാക്യം, 1 കൊരിന്ത്യർ 8-ാം അധ്യായം 13-ാം വാക്യം, 1 കൊരിന്ത്യർ 10-ാം അധ്യായം 31-ാം വാക്യം. 1 Corinthians chapter 6 verse 12, 1 Corinthians chapter 8 verse 13, 1 Corinthians chapter 10 verse 31. എല്ലാം എനിക്ക് പ്രയോജനമുള്ളതല്ല എന്ന് പറയുന്ന വാക്യം നമുക്കറിയുന്ന കാര്യമാണ്. നമ്മൾ ഏതു തീരുമാനമെടുക്കുമ്പോഴും ദൈവഹിത പ്രകാരമാണോ എൻ്റെ വാക്കുകളും പ്രവൃത്തിയും എന്ന് അറിയാനായിട്ട് നമ്മെ സഹായിക്കുന്ന 3 വാക്യങ്ങളാണിത്. ഈ തീരുമാനം എന്നെ ആത്മീയമായി പ്രയോജനപ്പെടുത്തുന്നതാണോ ഈ തീരുമാനം? ഇതെന്നെ എന്തെങ്കിലും അഡിക്ഷനിൽ കൊണ്ടെത്തിക്കുന്നതാണോ ഈ തീരുമാനം, അല്ലെങ്കിൽ ഈ പ്രവൃത്തി, അല്ലെങ്കിൽ ഈ വസ്തു? അല്ലെങ്കിൽ ഇത് ആരെങ്കിലും ഹർട്ട് ചെയ്യുന്നതാണോ, ദോഷം അവർക്കുണ്ടാക്കുന്നതാണോ? 1 കൊരിന്ത്യർ 8-ാം അധ്യായം 13-ാം വാക്യം. ഇത് ആർക്കെങ്കിലും ദോഷം വരുത്തുന്ന തീരുമാനമാണോ? ആരെങ്കിലും വേദനിപ്പിക്കുന്ന തീരുമാനമാണോ? 1 കൊരിന്ത്യർ 10-ാം അധ്യായം 31-ാം വാക്യം. ഡസ് ഇറ്റ് ഗ്ലോറിഫൈ ഗോഡ്? ഇത് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ടുള്ള തീരുമാനമാണോ? ഈ കാര്യങ്ങൾ വച്ച് ഏത് തീരുമാനവും നമുക്ക് എടുക്കാം. ഏത് തീരുമാനം.
നിങ്ങൾ ഈ ലോകത്ത് നല്ല ഏത് നൂറ്റാണ്ടിലുള്ള കാര്യങ്ങളുടെ തീരുമാനവും ഏത് സാഹചര്യത്തിലുള്ള തീരുമാനവും ഇതനുസരിച്ച് എടുക്കാം. ഇതെനിക്ക് പ്രയോജനമുള്ളതാണോ, ആത്മീയമായി ഇതെന്നെ കീഴ്പ്പെടുത്തി കളയുന്നതാണോ, അഡിക്ഷൻ നൽകുന്നതാണോ, ഇത് മറ്റുള്ളവരെ ദ്രോഹിക്കുകയും അല്ലെങ്കിൽ വേദനിപ്പിക്കുകയും ചെയ്യുന്നതാണോ, ഇത് ദൈവത്തിന് നാം മഹത്വത്തിന് വേണ്ടി കരുതുന്ന കാര്യമാണോ? ഇത് വച്ചിട്ട് നമ്മൾ ഏത് കാര്യവും 3 വാക്യങ്ങളെ പറഞ്ഞോളൂ. only 3 verses I said. 3 വാക്യങ്ങളെ പറഞ്ഞോളൂ. ആ 3 വാക്യം തന്നെ മതി നമ്മുടെ എല്ലാ തീരുമാനങ്ങളും എടുക്കാൻ ഏറ്റവും സഹായകമാണ്. ഇത് നല്ലൊരു പുസ്തകം എവിടെയാ ഉള്ളത്? ഇതിനേക്കാൾ നല്ലൊരു സോഴ്സ് എവിടെയാ ഉള്ളത്? പ്രിയമുള്ളവർ, ഇത് നമ്മൾ പഠിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കണം. കുഞ്ഞുങ്ങളത് പഠിക്കാനായിട്ട് ആവേശമുണ്ടാകണം. ഞാൻ മുന്നോട്ട് പോകുവാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മെ തന്നെ ചതിക്കുന്നവരായിട്ട് നമ്മൾ മാറുന്നുണ്ടോ? തിരുമല സഭയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു വളരെ എത്രയോ, എന്നെ കണക്കെനിക്ക് ഓർമ്മയില്ല, മെസ്സേജസ് നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ ഇതൊക്കെ എത്ര എണ്ണമാണെന്ന് നമുക്ക് ഓർമ്മയില്ല. ഇപ്പൊ കൃത്യമായ കണക്ക് എല്ലാം യൂട്യൂബിൽ വച്ചിട്ടുണ്ട് എത്രയാണെന്നുള്ളത്, അല്ലേ? എത്ര മെസ്സേജാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യം. അവിടെ എന്താ പറയുന്നത്? എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിക്കുകയാണ്. 1 കൊരിന്ത്യർ 8-ാം അധ്യായം, 1 Corinthians chapter 8 verse 1. അതിന്റെ 2-ാം ഭാഗം, അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീയ വർധന വരുത്തുന്നു. അറിവ് ചീർപ്പിക്കുന്നു. ഞാൻ ഇങ്ങനെ അതിനെ പറഞ്ഞു നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുക. ലോകത്തില് വിശ്വാസികളായിക്കോട്ടെ അവിശ്വാസികളായിക്കോട്ടെ, അവരോട് ചോദിക്കുക, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരെയെന്ന് ചോദിക്കുമ്പോൾ അവരെന്താ പറയുക? പല ആൻസറുകൾ പറയുമായിരിക്കും. പക്ഷെ എല്ലാവരും മെജോറിറ്റി പറയുന്ന ആൻസർ അവരവരെ തന്നെ ആയിരിക്കും സ്നേഹിക്കുക, അല്ലേ? ആരും ആയിക്കോട്ടെ. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. ഇവിടെ പറയുന്ന യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നത് എന്താ? നമ്മൾ സ്നേഹിക്കാൻ സാധ്യതയുള്ള നമ്മെ തന്നെ എന്ത് ചെയ്യുക? ഡിസീവ് ചെയ്യുക, ചതിക്കുക. നമ്മൾ ഈ വചനങ്ങൾ കേട്ടിട്ട് ചെയ്യാതിരിക്കുന്നത് മുഖാന്തരം നാം നമ്മെ തന്നെ ചതിക്കുകയാ. അങ്ങനെ പറ്റുമോ? നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു നോക്കിയേ. എന്നെ തന്നെ ചതിക്കാനായിട്ട് ഞാനൊരു കാര്യം ചെയ്യുവാനായിട്ട്. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പകാര്യം ഇതല്ലേ? വിമോചനം കേട്ടിട്ട് ചെയ്യാതിരുന്നാൽ മതി. നമ്മെ തന്നെ ചതിക്കുക. കാരണം എന്താ? അത് നമ്മെ നശിപ്പിക്കത്ത് മാത്രമേ ഉള്ളൂ. എന്തിനാ നമ്മൾ ബൈബിൾ പഠിക്കുന്നത്? എന്തിനാ വേദപുസ്തകം പഠിക്കുന്നത്? എന്തിനാ? അത് പ്രസംഗിക്കാൻ വേണ്ടി നിങ്ങൾ പഠിക്കണ്ട, അത് ചെയ്യാൻ വേണ്ടി വേണം പഠിക്കാൻ. ആ അറിവ് കൊണ്ട് നമുക്ക് യാതൊരു ഉപയോഗവും വരാൻ പോണില്ല. ഇന്റലക്ച്വൽ പവർ കൂട്ടാൻ വേണ്ടി ഇത് പഠിക്കരുതേ. അത് ചെയ്യുവാൻ വേണ്ടി, കർത്താവിനെ ഞാൻ സ്നേഹിക്കുന്നത്, കർത്താവിനെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പഠിക്കുന്നത്. ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം, ശരിയാണ്. പക്ഷേ ഇതൊന്നുമല്ല അതിന്റെ ബേസിക് മോട്ടീവ്. എന്താ? എന്റെ കർത്താവിനെ കുറിച്ച് അറിയുവാനായിട്ടാണ് ഞാനിത് പഠിക്കുന്നത്. നമ്മുടെ ക്രിസ്തീയ ജീവിതം എങ്ങനെയിരിക്കുന്നു? നമ്മൾ ഇതിനു വേണ്ടി ട്രെയിൻ ചെയ്യുന്നുണ്ടോ നമ്മെ തന്നെ? നീതിയിലെ അഭ്യാസത്തിന് ഉതകുന്ന കാര്യം. ആ വാക്യങ്ങൾ 1 തീമോഥെയോസ് 4-ാം അധ്യായം 7-ാം വാക്യം. നമ്മെ അഭ്യാസം ചെയ്യുന്ന വാക്യങ്ങളാണിത്. നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ ട്രെയിൻ ചെയ്യുന്നത് ഈ വാക്യങ്ങളിലൂടെയാ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പരിശുദ്ധാത്മാവ് നേരെ വന്നെന്ന് സ്വപ്നത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പാകെ എന്തെങ്കിലും മായാജാലം കാണിച്ച് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുമെന്ന് തോന്നുന്നുണ്ടോ? ദൈവവചനത്തിലൂടെ മാത്രമേ പരിശുദ്ധാത്മാവ് വർക്ക് ചെയ്യത്തുള്ളൂ. ദൈവവചനം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത്.
അപ്പൊ ദൈവവചനം പഠിക്കാതിരുന്നാൽ, മനസ്സിലാക്കാതിരുന്നാൽ പരിശുദ്ധാത്മാവിന് എങ്ങനെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കും? വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. കർത്താവായ യേശുക്രിസ്തുവാണ് വചനം. ഈ വചനം പഠിക്കാതെ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി കിട്ടണമെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. അത് ആ വചനത്താൽ മാത്രമേ നമുക്ക് അഭ്യസിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ, നമ്മെ ട്രെയിൻ ചെയ്യുവാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പൊ ഒളിമ്പിക്സ് നടക്കുവാണല്ലോ, അതിന്റെ ഓരോ മത്സരങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ കൂടെ അവരുടെ കോച്ചും ഉണ്ടാവും അല്ലേ? ഈ കോച്ചിന് അനേക ഗാഡ്ജറ്റ്സും കാര്യങ്ങളും ട്രെയിനിങ് മെത്തേഡ്സും ഒക്കെ ഉണ്ട്. കോച്ച് മാത്രം ഉണ്ടായാണ് ഒരു സ്പോർട്സ്മാനെ കോച്ച് ചെയ്യാൻ പറ്റുമോ? കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റുമോ? അവന്റെ ഈച്ച് ആൻഡ് എവറി മസിലിന് വേണ്ടി, അവന്റെ കോൺസെൻട്രേഷന് വേണ്ടി, അവന്റെ മെന്റൽ ഹെൽത്തിന് വേണ്ടി, ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടി, അവന്റെ ഡയറ്റ്, അത് ഇത് എന്തൊക്കെ കാര്യങ്ങളാണ് അതിനു വേണ്ടി വരിക. പ്രിയമുള്ളവരെ, കോച്ചായിട്ട് ഗൈഡ് ചെയ്യുവാനായിട്ട് ഹോളി സ്പിരിറ്റ് നമ്മുടെ കൂടെയുണ്ട്. പക്ഷെ അതിന് വേണ്ടുന്ന റിസോഴ്സസ് ദൈവവചനമാണ്. അത് പഠിക്കാതെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്ന് പോലും അതിന്റെ പ്രവർത്തനമേ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റത്തില്ല. അതുകൊണ്ടാ പറഞ്ഞ അതിന് ട്രെയിനിങ് വേണം. ട്രെയിനിങ് വേണമെങ്കിൽ ദൈവവചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. നമ്മളെല്ലാം ക്ഷീണമുള്ളവരല്ലേ? രാവിലെ ഉറക്കം, ഉച്ചയ്ക്ക് ബിസി, വൈകുന്നേരം ക്ഷീണം. ഒരു ദിവസം കഴിഞ്ഞു. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം. യോശുവയുടെ ദൈവം പറയുന്ന കാര്യം 1-ാം അധ്യായം 8-ാം വാക്യം. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിച്ചു നടക്കേണ്ടത്. നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. ഈ ഒരു പണിയില്ലാത്തവനാണോ യോശുവ? യോശുവ ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത് എപ്പോഴാ? അവന് വലിയ മോശ അതിനുമ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഈ വാക്ക് അവനോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മോശ മുഖാന്തരം പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ ഡയറക്ട്ലി ദൈവം അവനോട് പറയുന്നത് എപ്പോഴാ? ആ വലിയ ഉത്തരവാദിത്വം അല്ലെങ്കിൽ വലിയ തിരക്കുള്ള സമയത്ത് അവനോട് പറയാ, രാവും പകലും നീ ഇത് ധ്യാനിക്കണം. അപ്പോഴാ നീ കൃതാർത്ഥനാവും, നീ ചെയ്യുന്നത് സാധിക്കുന്നേ. പ്രിയമുള്ളവരെ, പഠിക്കുന്ന കുഞ്ഞുങ്ങളിവിടെ കേൾക്കുന്നുണ്ട്, ഇരിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, നിങ്ങൾ രാവും പകലും ഇത് ധ്യാനിക്കു കഴിഞ്ഞാൽ ഇത് നിങ്ങളെ ഒരിക്കലും നിങ്ങളെ പുറകോട്ടടിക്കുവാനായിട്ട് ഇത് കാരണമാകത്തില്ല. അതിന് ഏറ്റവും നല്ല ലേറ്റസ്റ്റ് ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ സഭയില് മോഹനപ്രിയ എന്ന് പറയുന്ന ഒരു സഹോദരി വന്നു, നിങ്ങളെല്ലാം അറിയുന്നുണ്ടോ? ഇപ്പോ സിവിൽ സർവീസ് കയറിയാണ്. ആ സഹോദരി പറഞ്ഞ ക്ലാസ്സിലിരുന്ന കുട്ടികൾ കേട്ടിട്ടുള്ളൂ, എത്ര തന്നെ പഠിക്കാനായിട്ട് എനിക്ക് സമയമില്ലെങ്കിലും ഞാൻ വചനം പഠിക്കുവാനായിട്ട് ഇത്ര സമയം ഒരു ദിവസം ഇരിക്കും എന്നുള്ളത് എൻ്റെ ഒരു വാശിയാണ്, എൻ്റെ ടൈം ടേബിൾ ഉള്ളതാണ്. അത് കാരണം എനിക്ക് എത്ര നഷ്ടപ്പെട്ടാലും ഐ ഡോണ്ട് കെയർ എന്ന് പറഞ്ഞ് ടൈം ടേബിൾ വെച്ച് പഠിച്ച 1 വർഷം കൊണ്ട് സിവിൽ സർവീസ് കയറിയെടുത്ത നമ്മുടെ സഹോദരി പറഞ്ഞതാ. ഈ ലോകത്തിൽ ദൈവ അനുഗ്രഹങ്ങൾ തരത്തില്ലേ? ദൈവവചനം പഠിച്ചതുകൊണ്ട് നമ്മുടെ സമയം നഷ്ടപ്പെടുന്നുണ്ടോ? നമ്മുടെ എന്തെങ്കിലും അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഇല്ല. ഇത് രാപ്പകൽ ധ്യാനിക്കുന്നവരെ ദൈവം മാനിച്ചിട്ടുണ്ട്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പാകെയുണ്ട്. അതൊരിക്കലും നഷ്ടമാകത്തില്ല. ഞാൻ അതിൽ ഒരു കോംപ്രമൈസും വരത്തില്ല എന്ന് ആ സഹോദരി പറഞ്ഞപ്പോ ഞാനൊക്കെ നാണിച്ചുപോയി. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഇത് കൊള്ളാം അല്ലേ? മറ്റൊരു പടിയില്ലെങ്കിൽ ഇത് പഠിക്കാം, ഇത് വായിക്കാൻ നല്ലതല്ലേ? പ്രിയമുള്ളവരെ, കർത്താവിന്റെ വചനം എടുത്ത് ദൈവാത്മാവിനെ കൊടുക്കുമ്പോൾ കിട്ടുന്ന ശക്തി ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരിടത്തുനിന്നും കിട്ടാൻ പോണില്ല. ഒരിടത്തുനിന്നും കിട്ടാൻ പോകുന്നില്ല. ഞാൻ മുമ്പോട്ട് പോവുക. പട്ടാളക്കാരെ കുറിച്ചൊക്കെ നമ്മൾ ഇപ്പോ റോയ് സഹോദരനോടൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചപ്പോ പട്ടാളക്കാരുടെ കാര്യമൊക്കെ പറഞ്ഞു. ഈ പട്ടാളക്കാരെ യുദ്ധത്തിന് പോകുമ്പോ അവരുടെ ചിന്ത, ഒരു ഉണ്ടയൊക്കെ കൊണ്ടാൽ കുഴപ്പമില്ല, ഒരു ബുള്ളറ്റൊക്കെ 1-2 സാരമില്ല എന്ന് വിചാരിക്കും ആരെങ്കിലും. യുദ്ധത്തിന് പോകുമ്പോൾ അവരുടെ മനസ്സിലെന്താ, ഒരെണ്ണം പോലും
എൻ്റെ ദേഹത്ത് കൊള്ളാൻ പാടില്ല, ആരും നമ്മുടെ സൈഡിൽ നിന്ന് മരിക്കാൻ പാടില്ല എന്ന ആറ്റിറ്റ്യൂഡിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. ശത്രുവിനെ വകയിരുത്തണം. പാപത്തോടുള്ള നമ്മുടെ മനോഭാവം എന്താ? ഒന്നോ രണ്ടോ പാപമൊക്കെ കുഴപ്പമില്ലല്ലേ, അധികം ചെയ്യാതിരുന്നാൽ മതി. 1 യോഹന്നാൻ 2-ാം അധ്യായം 1-ാം വാക്യം, കുഞ്ഞുങ്ങളെ, പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഇത് ഞാൻ എഴുതുന്നു. 1-2 പാപമോ അതില് 50 പാപമോ എന്നുള്ളതൊന്നും ദൈവത്തിന്റെ കണക്ക് ഉണ്ട്, അത് ഇല്ലാന്നൊന്നല്ല ഞാൻ പറയണം. അതല്ല നമ്മുടെ വിഷയം. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താവാ പാപത്തോടുള്ള? 1-2 ആയ കുഴപ്പമില്ല എന്നാണോ? ഒരു പട്ടാളക്കാരൻ ഒരു യുദ്ധത്തിലേക്ക് പോകുമ്പോൾ 1 or 2 bullets ദാറ്റ്സ് ഓക്കെ എന്ന് ഒരു പട്ടാളക്കാരനും പറയത്തില്ല. അവനൊരു പക്ഷെ ജീവനുണ്ടാവും, അവനൊരു പക്ഷെ സർവീസ് ചെയ്ത് പോവുമായിരിക്കാം, അവന് ജീവനുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവൻ പോർക്കളത്തിലേക്ക് ഡയറക്റ്റ് ചെന്ന് കയറാനൊന്നും പോണില്ല. നമ്മുടെ ജീവിതത്തിൽ പാപം സംഭവിക്കാതിരിക്കാനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ ശ്രദ്ധയും നമ്മൾ കൊടുക്കണം. അതിന് ഈ ദൈവവചനം എന്ന പരിചയം എടുത്ത് ഉപയോഗിക്കണം. അല്ലെങ്കിൽ കൊള്ളും, അല്ലെങ്കിൽ വീഴും. ട്രെയിൻ അവർ സെൽഫ്. ഇനി ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഇത് ഒറ്റ ക്യാമ്പ് കൊണ്ടോ ഒറ്റ മെസ്സേജ് കൊണ്ടോ ഇതൊക്കെ ശരിയാവോ? ഇന്നു മുതൽ ഞാൻ ഇതെല്ലാം റെഡിയാക്കിക്കൊള്ളാം എന്ന് വിചാരിച്ച് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? സദൃശവാക്യം 24-ാം അധ്യായം 16-ാം വാക്യം. സദൃശവാക്യങ്ങൾ 24-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നു, നീതിമാൻ 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കും, ദുഷ്ടന്മാരോ അനർത്ഥത്തിൽ നശിച്ചു പോകും. പ്രിയമുള്ളവരെ, വീഴ്ചകളും കുറവുകളും ഒക്കെ നമുക്കുണ്ടാവും. 7 പ്രാവശ്യവും ഒക്കെ വീണിട്ടുണ്ടാവും. അവൻ എഴുന്നേൽക്കണം എന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. പെർസിവറൻസ്, അതിനുള്ള സഹിഷ്ണുത ഉണ്ടാവണം. കുറവുകൾ ദൈവസന്നിധിയിൽ പറഞ്ഞ് അത് എഴുന്നേൽക്കുവാനായിട്ട് ശ്രമിക്കണം. എന്തുകൊണ്ടാ പൗലോസ് ഞാൻ നന്മ ചെയ്യുവാൻ ആഗ്രഹിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ തിന്മ മാത്രമേ നടക്കുന്നുള്ളൂ, പ്രവർത്തിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? നിങ്ങൾ വിചാരിക്കുന്നുള്ളൂ പൗലോസ് പണ്ടത്തെ ശൗലിനെ പോലെ ഇങ്ങനെ നടക്കുന്നു എന്ന്? കർത്താവിനെ എത്രത്തോളം താൻ അറിയുന്നുവോ അത്രത്തോളം താൻ അരിഷ്ട മനുഷ്യൻ. ഞാൻ പറയുന്നുണ്ട്, ഞാൻ ആ പാപികളിൽ ഞാൻ ഒന്നാമൻ അല്ലേ? എന്തുകൊണ്ട്? എങ്ങനെയാ ഈ പൗലോസിന്, എനിക്ക് തോന്നുന്നത് സജീവങ്ങളാണ് ആ മെസ്സേജ് എടുത്ത് അവന്റെ ജീവിതത്തിൽ അവസാനവും പറഞ്ഞു ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ്. എന്തുകൊണ്ടാ പൗലോസ് അത് പറയുവാനായിട്ടിടെ? കർത്താവിനെ എത്രത്തോളം നാം അറിയുന്നോ നമ്മൾ അത്രത്തോളം കുറവുള്ളവരാണെന്ന് നമുക്ക് മനസ്സിലാവും, അത്രത്തോളം പ്രശ്നങ്ങൾ എന്നിലുണ്ടെന്ന് മനസ്സിലാവും. ഞാൻ നിർത്തുവാനായിട്ട് ശ്രമിക്കുക. സങ്കീർത്തനങ്ങൾ 119-ന്റെ 104-ാം വാക്യം. 119-ാം സങ്കീർത്തനം അതിന്റെ 104-ാമത്തെ വാക്യം. 105 നമുക്കറിയാം, 104. നിന്റെ പ്രമാണങ്ങളാൽ ഞാൻ വിവേകമുള്ളവനാകുന്നു, അതുകൊണ്ട് ഞാൻ സകല വ്യാജമാർഗവും വെറുക്കുന്നു. ഐ ഹേറ്റ് സിൻ. റോമാലേഖനം 7 ഞാൻ വായിക്കുന്നില്ല. റോമാലേഖനം 7-ാം അധ്യായം 22-ാം വാക്യം. അതുപോലെ 1 യോഹന്നാൻ 5-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. വാക്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്തത്. ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് പാപത്തെ ദൈവം കാണുന്നത് പോലെ കാണുവാനായിട്ട് പാകത്തിൽ നമ്മെ തന്നെ ദൈവവചനത്താൽ ആത്മാവിന്റെ സഹായത്തോടുകൂടി നമ്മെ തന്നെ അഭ്യസിപ്പിക്കുമ്പോഴാണ് വിശുദ്ധ ജീവിതത്തിൽ നമ്മുടെ പങ്ക് നമുക്ക് നിവർത്തിക്കുവാനായിട്ട് സാധിക്കുക. ഒന്നുകൂടെ ഞാൻ മൊത്തം ചേർത്തിട്ട് പറയുകയാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായത്താൽ ദൈവവചനം നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നത് മുഖാന്തരം ആത്മാവ് ദൈവവചനം പ്രവർത്തിച്ച് ഈ അവയവങ്ങളെ മരിപ്പിക്കുവാനായിട്ട് ദൈവം ഇടയാക്കും. അത് മുഖാന്തരം പാപത്തെ ദൈവം കാണുന്നത് പോലെ പാപത്തെ വെറുക്കുവാനായിട്ട് നമുക്ക് സാധിക്കും.
ഇത് നമുക്കുള്ള വാക്യമാണോ? നമുക്കുള്ള വചനങ്ങളാണോ ഇതിൽ പറഞ്ഞിരിക്കുന്നത്? ശരിയാണ്, ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ വയ്ക്കണം, പരിശോധനയ്ക്ക് വിധേയമാക്കണം. നമുക്കൊരു റോളുണ്ട്. നമ്മുടെ അവയവങ്ങളെ മരിപ്പിക്കണം. അതിനെ പരിപോഷിപ്പിക്കുവാനായിട്ട് പാടില്ല. അതിന് ചില കാര്യങ്ങൾ ധരിക്കണം. സ്നേഹം അല്ലെങ്കിൽ ദയ, സഹിഷ്ണുത, താഴ്മ, ഇതൊക്കെയും നമ്മൾ ധരിക്കണം. ഉരിഞ്ഞു കളയാനുള്ള കോപം, ക്രോധം, ഇതൊക്കെയും ഉരിഞ്ഞു കളയണം. പരസ്പരം ക്ഷമിക്കുവാനും പൊറുക്കുവാനും പഠിക്കണം. ദൈവവചനത്താൽ മാത്രമേ ഇത് കഴിയത്തുള്ളൂ. അറിവിന്റെ അടിസ്ഥാനത്തിലല്ല, ആത്മാവിൽ നിന്നുകൊണ്ട് അത് പഠിക്കണം. പ്രിയമുള്ളവരെ, ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മൾ മരിപ്പിക്കേണ്ടുന്ന കാര്യങ്ങൾ, നമ്മുടെ വാക്കുകൾ. ഇറ്റ് ഷുഡ് നോട്ട് ഹേർട്ട് എനിബഡി. ഇറ്റ് ഷുഡ് നോട്ട് ഹേർട്ട് എനിബഡി. നമ്മുടെ ചിന്തകൾ അത് ദൈവത്തിന് വിരോധമായിട്ട് പൊങ്ങുന്നതാണെങ്കിൽ അതിനെ ഇടിച്ചു കളയണം. ഇറ്റ് ഷുഡ് ബി ഡിസ്ട്രോയ്ഡ്. ദൈവവചനത്തെ ഐശ്വര്യമായി നമ്മുടെ ഹൃദയങ്ങളിൽ വാഴണം. ക്രിസ്തുവിന്റെ സമാധാനം ഐശ്വര്യമായി വാഴണം. ഈ അവയവങ്ങൾ കൊണ്ട് വിശ്വാസ ജീവിതത്തിൽ ഒരാൾ പോലും, അതായത് ദുഷ്ട അവയവങ്ങൾ കൊണ്ട്, ലോകത്തിലെ ഈ അവയവങ്ങൾ കൊണ്ട് ആരും ഒന്നും നേടിയിട്ടില്ല. സങ്കീർത്തനങ്ങൾ 37:8 തോന്നുന്നു, അതിലും ഇങ്ങനെ പറയുന്നുണ്ട് കോപത്തെക്കുറിച്ച്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ജഡമുണ്ട് എന്നുള്ള ശരിയാണ്. അതിനെ കീഴടക്കുവാനായിട്ട് ഡിഫിക്കൽട്ട് ആണെന്നുള്ളത് ശരിയാണ്. പക്ഷെ ദൈവം അതിനു വേണ്ടുന്നുള്ള റിസോഴ്സസ് ഒക്കെ തന്നിട്ടുണ്ട്. ഹോളി സ്പിരിറ്റ് തയ്യാറായിട്ടിരിക്കുകയാണ്. ഞാൻ നിനക്ക് വേണ്ടി ആ ശക്തി നിനക്ക് തരാനായിട്ട് തയ്യാറാണ്. പക്ഷെ ഉള്ളിലേക്ക് ഈ ദൈവത്തിന്റെ വചനം പഠിക്കണം. എന്തിനു വേണ്ടിയിട്ട്? പ്രസംഗിക്കാൻ വേണ്ടിയിട്ടല്ല, ജീവിക്കാൻ വേണ്ടി പഠിക്കണം. ആത്മാവിൽ അത് കേറ്റണം, ഹൃദയത്തിൽ അത് സംഗ്രഹിക്കണം. അപ്പോൾ പാപത്തെ വെറുക്കുവാനായിട്ട് ഇടയാകും. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.